2025 ഡിസംബർ 22-ന് സാമ്പത്തിക ലോകം ശ്വാസമടക്കി പിടിച്ചാണ് കാത്തിരുന്നത്. കാരണം ഒരു വലിയ സംഭവം അവിടെ അരങ്ങേറി. നൂറ്റാണ്ടുകളായി സമ്പത്തിന്റെ പ്രതീകമായി കണ്ടിരുന്ന സ്വർണം വെറുമൊരു നേരിയ വർധനവ് കാണിച്ചില്ല. അത് ചരിത്രത്തിലെ സകല അതിരുകളും തകർത്ത് കുതിച്ചേരുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ഔൺസ് സ്വർണ്ണവില $4,400 എന്ന അമ്പരപ്പിക്കുന്ന നില കടക്കുന്നത്. ഏറ്റവും ഉയർന്ന വില $4,443.44 രേഖപ്പെടുത്തി. ഇതൊരു പതിയെ വളർച്ചയായിരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് 2.32% എന്ന വലിയൊരു കുതിപ്പാണ് സംഭവിച്ചത്. ഇത് ലോകമെമ്പാടും വിവരങ്ങൾ തേടിയുള്ള തിരക്കിന് കാരണമായി. ലണ്ടനിലെ ട്രേഡിംഗ് കേന്ദ്രങ്ങൾ മുതൽ മുംബൈയിലെ തിരക്കേറിയ മാർക്കറ്റുകൾ വരെ എല്ലായിടത്തും ഒരേയൊരു ചോദ്യം മുഴങ്ങി: ഇന്നത്തെ സ്വർണ്ണവില എത്ര? ഇതൊരു വെറും കണക്ക് മാത്രമായിരുന്നില്ല, ഒരു പ്രകമ്പനമായിരുന്നു ഇത്. തങ്ങളുടെ കാൽക്കീഴിൽ നിന്ന് മാർക്കറ്റ് അടിമുടി മാറുന്നത് കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നിക്ഷേപകർ നെട്ടോട്ടമോടി. ഇതിന് പിന്നാലെ സെർച്ച് എഞ്ചിനുകളിലും മറ്റും അന്വേഷണങ്ങളുടെ ഒരു തരംഗം തന്നെ ഉണ്ടായി. അസാധാരണമായ എന്തോ സംഭവിച്ചു എന്ന് ലോകം കൂട്ടായി തിരിച്ചറിഞ്ഞതിന്റെ പ്രതിഫലനമെന്നോണം ഇന്റർനെറ്റിൽ തിരച്ചിലുകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. ഈ റെക്കോർഡ് പ്രകടനം വെറുതെ ഉണ്ടായതല്ല. പ്രതീക്ഷകളുടെയും ഒപ്പം ആശങ്കകളുടെയും ശക്തമായ ഒരു മിശ്രിതത്തിൽ നിന്നാണ് ഇത് വന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആസ്തിയെ ആരും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് എത്തിച്ചത് എന്തൊക്കെ ശക്തികളായിരിക്കാം? ഇത് നമ്മുടെ ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സ്ഥിരതയെക്കുറിച്ച് എന്ത് സൂചനയാണ് നൽകുന്നത്? നമ്മൾ കാണുന്നത് വെറുമൊരു വിലമാറ്റം മാത്രമല്ല, അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഈ കാലത്ത് സുരക്ഷിതത്വത്തിന് പുതിയൊരു വില കൽപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. സ്വർണത്തിന് എത്ര ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയും എന്നതല്ല ചോദ്യം. എന്തുകൊണ്ടാണ് ലോകം ഇപ്പോൾ ഇത്രയും തിടുക്കത്തിൽ അതിനായി നെട്ടോട്ടം ഓടുന്നത് എന്നതാണ് പ്രസക്തം. ഈ കുതിപ്പ് വ്യക്തമായ ഒരു സൂചനയാണ്. പ്രധാനപ്പെട്ട എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. പ്രവചിക്കാൻ പറ്റാത്ത ഒരു ഭാവിയെ നേരിടാൻ സുരക്ഷ തേടി നിക്ഷേപകർ കാലാതീതമായ ആകർഷണമുള്ള ഈ വിലയേറിയ ലോഹങ്ങളിലേക്ക്, അതായത് സ്വർണത്തിലേക്ക് അടുക്കുകയാണ്. ഭയത്തിന്റെയും അവസരങ്ങളുടെയും ആഗോളതലത്തിലുള്ള ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിലും സാമ്പത്തിക ഭദ്രത തേടിയുള്ള മനുഷ്യന്റെ നിരന്തരമായ അന്വേഷണത്തിന്റെയും കഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് വെറും സ്വർണത്തിന്റെ കാര്യം മാത്രമല്ല, പണത്തിന്റെ തന്നെ ഭാവിയെക്കുറിച്ചാണ്. സ്വർണത്തിന്റെ ഈ അതിവേഗ കുതിപ്പിന് പിന്നിൽ സാമ്പത്തിക മേഖലയിലെ ചില പ്രതീക്ഷകളുടെ ഒരു കോപ്പയിൽ ആണുള്ളത്. പ്രധാനമായും US ഫെഡറൽ റിസർവിന്റെ നീക്കങ്ങളാണ് ഇതിനു പിന്നിൽ. വരുന്ന വർഷം ഫെഡ് കുറഞ്ഞത് 2 തവണയെങ്കിലും പലിശ നിരക്ക് കുറക്കുമെന്നാണ് നിലവിൽ വിപണികൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത് നിക്ഷേപ ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു പ്രധാന നീക്കമാണ്. ഈ പ്രതീക്ഷ വെറും ഊഹാപോഹമല്ല, മറിച്ച് വ്യക്തമായ സാമ്പത്തിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പണപ്പെരുപ്പം കുറയുന്നതിന്റെയും തൊഴിൽ വിപണി പതിയെ തണുക്കുന്നതിന്റെയും സൂചനകൾ ഈ ഡാറ്റ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന നവംബറിലെ ഉപഭോക്തൃ വില സൂചിക CPI പ്രതീക്ഷിച്ച 3.1%-ത്തേക്കാൾ വളരെ താഴെയായി 2.7%-ലെത്തിയത് വലിയൊരു ആശ്വാസമാണ്. ഭക്ഷ്യവസ്തുക്കളുടെയും ഊർജ്ജത്തിന്റെയും വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഒഴിവാക്കിയുള്ള കോർ CPI-യും 2.6%-മായി കുറഞ്ഞു. പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള ഫെഡിന്റെ കടുത്ത നടപടികൾ ഫലം കണ്ടു എന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. ഇത് കൂടുതൽ ഉദാരമായ സാമ്പത്തിക നയങ്ങളിലേക്ക് വഴിതുറക്കും. പലിശ നിരക്കുകൾ കുറയുമ്പോൾ സ്വർണം പോലുള്ള ആദായം നൽകാത്ത ആസ്തികൾ കൈവശം വെക്കുന്നതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറയും. ഇത് നിക്ഷേപകർക്ക് സ്വർണത്തെ കൂടുതൽ ആകർഷകമാക്കും. പലിശ നിരക്കുകൾ കുറക്കുമ്പോൾ സാധാരണയായി ഡോളർ ദുർബലമാവാറുണ്ട്. ഇത് മറ്റ് കറൻസികളുള്ളവർക്ക് സ്വർണം വാങ്ങുന്നത് കൂടുതൽ എളുപ്പമാക്കുന്നതിനാൽ സ്വർണത്തിന്റെ ആകർഷണീയത വീണ്ടും കൂട്ടും. കേന്ദ്ര ബാങ്കിന്റെ നയങ്ങൾ, പണപ്പെരുപ്പത്തിന്റെ കണക്കുകൾ, കറൻസി മൂല്യം എന്നിവ തമ്മിലുള്ള ഈ സങ്കീർണമായ ബന്ധം വിലയേറിയ ലോഹങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകുന്നു. ഫെഡറൽ റിസർവ് തങ്ങളുടെ കടുത്ത നിലപാട് മാറ്റുമെന്നാണ് വിപണിയിലെ ആളുകൾ കരുതുന്നത്. അതുകൊണ്ട് നിക്ഷേപകർ ഒരു തന്ത്രപരമായ നീക്കമായി സ്വർണത്തിൽ പണം നിക്ഷേപിച്ച് അതനുസരിച്ച് നീങ്ങുകയാണ്. ഈ സാമ്പത്തിക കാഴ്ചപ്പാടാണ് സ്വർണത്തിന്റെ ഇപ്പോഴത്തെ മുന്നേറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം. ഒരു പ്രത്യേക വിഭാഗം ആസ്തി എന്നതിൽ നിന്ന് ആഗോള നിക്ഷേപ പോർട്ട്ഫോളിയോയിലെ ഒരു പ്രധാന ഘടകമാക്കി സ്വർണത്തെ ഇത് മാറ്റുന്നു. നയപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ആസൂത്രിത നീക്കമാണിത്. കാരണം പണത്തിന്റെ ഭാവി മൂല്യം സ്വർണം പോലുള്ള ഈ കാലാതീതമായ ഉത്പന്നങ്ങളുടെ വിലയെ നേരിട്ട് സ്വാധീനിക്കുന്നു. പണനയത്തിന്റെ സങ്കീർണമായ കാര്യങ്ങൾക്കപ്പുറം സ്വർണത്തിന്റെ ഈ അഭൂതപൂർവമായ കുതിപ്പിന് പിന്നിൽ മറ്റൊരു വലിയ ശക്തിയുണ്ട്: ആഗോള അസ്ഥിരത. കൂടുതൽ അസ്ഥിരമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സ്വർണം എന്നും ഏറ്റവും സുരക്ഷിതമായ ഒരു നിക്ഷേപമായി വർത്തിച്ചിട്ടുണ്ട്. പരമ്പരാഗത വിപണികളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അതിന്റെ മൂല്യം കുറയാത്ത ഒരു ഭൗതിക ആസ്തിയാണത്. യുക്രൈനിലെ നിലവിലെ യുദ്ധം മുതൽ വെനസ്വേലയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ മാറിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ വരെ ഈ തുടർച്ചയായ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നിഴൽ വീഴ്ത്തുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരു വലിയ അനിശ്ചിതാവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിക്ഷേപകർ രാഷ്ട്രീയ അസ്ഥിരതകളെയും സാമ്പത്തിക ഞെട്ടലുകളെയും അതിജീവിക്കാൻ കഴിയുന്ന ആസ്തികളിൽ അഭയം തേടുന്നു. ഇത് സുരക്ഷിതമായതിലേക്കുള്ള ഒരു മാറ്റമാണ്, അസ്ഥിരമായ സാഹചര്യങ്ങളോടുള്ള ഒരു മനുഷ്യസഹജമായ പ്രതികരണം. ഈ സാഹചര്യത്തിൽ സ്വർണം തനിച്ചല്ല കുതിച്ചുയരുന്നത്. കൂടുതൽ തിളക്കമുള്ള സ്വർണത്തിന്റെ നിഴലിൽ പലപ്പോഴും ഒതുങ്ങിപ്പോകുന്ന വെള്ളിയും ഈ മുന്നേറ്റത്തിൽ വളരെ ശക്തമായി പങ്കുചേർന്നിട്ടുണ്ട്. ഒരു ഔൺസിന് $68.28 അതിന്റെ കുതിപ്പ്. അതിന്റെ പ്രതിദിന വർധനവ് 1.70% എന്നത് ശ്രദ്ധേയമാണെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ വാർഷിക പ്രകടനത്തിലാണ് കാര്യം. 130.04% എന്ന ഞെട്ടിക്കുന്ന വർധനവാണ് രേഖപ്പെടുത്തിയത്. പ്ലാറ്റിനവും ഈ മുന്നേറ്റത്തിൽ ഒപ്പമുണ്ട്. ദിവസേന 4.47% വർദ്ധിച്ച് അത് $2097.90 എന്ന നിലയിലെത്തി. ഈ അമൂല്യ ലോഹങ്ങളുടെ ഒരുമിച്ചുള്ള കുതിപ്പ് യാദൃശ്ചികമല്ല. ഇത് വ്യാപകമായ ഒരു ജാഗ്രതയെയും നേരിട്ടുള്ള സുരക്ഷിതത്വത്തിനായുള്ള ഒരു കൂട്ടായ ആഗ്രഹത്തെയും പ്രതിഫലിപ്പിക്കുന്നു. വെള്ളിയുടെ വാർഷിക നേട്ടത്തിന്റെ ഈ വലിയ കണക്ക് സാമ്പത്തികവും ഭൗമരാഷ്ട്രീയവുമായ പ്രതിസന്ധികളിൽ നിന്നുള്ള സുരക്ഷയ്ക്കായി ഈ ലോഹങ്ങളെ വിപണി എത്രത്തോളം ആശ്രയിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ലോകം സംഘർഷങ്ങളുടെയും മാറുന്ന സഖ്യങ്ങളുടെയും സങ്കീർണമായ വലയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ സമ്പത്ത് സൂക്ഷിക്കാൻ സ്വർണത്തിന്റെയും വെള്ളിയുടെയും യഥാർത്ഥ മൂല്യം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഇത് കൊടുങ്കാടുള്ള കടലിൽ ഒരു നങ്കൂരം പോലെയാണ്.
സ്വർണത്തിന്റെയും വെള്ളിയുടെയുമൊക്കെ വില കുതിച്ചുയരുന്നത് ആഗോള സാമ്പത്തിക കേന്ദ്രങ്ങളിലെ കച്ചവട സ്ക്രീനുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രതിഭാസമല്ല. ഇത് പല സംസ്കാരങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിലുണ്ടായ ഈ വർധനവ് ഇതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ തിരച്ചിലുകളിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് കാരണമായിട്ടുണ്ട്. സിൽവർ പ്രൈസ് ടുഡേ, സിൽവർ റേറ്റ് ടുഡേ എന്നൊക്കെയുള്ള വാക്കുകൾ ആഗോളതലത്തിൽ ട്രെൻഡിംഗ് ആവുകയാണ്. എന്നാൽ ഈ പ്രതിഭാസത്തിന്റെ യഥാർത്ഥ വ്യാപ്തിയും സാംസ്കാരിക പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കി തരുന്നത് പ്രാദേശികമായി നടക്കുന്ന തിരച്ചിലുകളാണ്. ഹിന്ദിയിൽ ആജ് സോനെ കാ ഭാവ്, ഇന്നത്തെ സ്വർണ്ണവില, ചാന്ദി കാ ഭാവ് ആജ്, ഇന്നത്തെ വെള്ളിവില എന്നൊക്കെയാണ് ആളുകൾ തിരിയുന്നത്. ഇന്ത്യയിൽ സ്വർണവും വെള്ളിയും വെറും കച്ചവട വസ്തുക്കൾ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും അവയ്ക്ക് വലിയ സ്ഥാനമുണ്ട്, അഥവാ സമൂഹത്തിന്റെ കെട്ടുറപ്പിൽ തന്നെ ഇഴുകിച്ചേർന്നിരിക്കുന്നു. സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണിവ. മതപരമായ ചടങ്ങുകളിലും കല്യാണം പോലുള്ള പ്രധാനപ്പെട്ട ജീവിത സംഭവങ്ങളിലും ഇവയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത പങ്കുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ നിക്ഷേപത്തിന്റെ ഒരു പ്രധാന രൂപം കൂടിയാണിത്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളെ സംബന്ധിച്ച് സോന, സ്വർണം, ചാന്തി, വെള്ളി എന്നിവയുടെ വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അവരുടെ വ്യക്തിപരമായ സാമ്പത്തിക കാര്യങ്ങളെയും സാംസ്കാരിക ആചാരങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഈ വലിയ താൽപര്യം ആഗോളതലത്തിലുള്ള ഈ പ്രവണതയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഒരു സാമ്പത്തിക വാർത്ത എന്നതിലുപരി ഇത് വലിയൊരു സാമൂഹിക പ്രതിഭാസമായി മാറുകയാണ്. ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സാധാരണ നിക്ഷേപകർ വിലയിലെ ഓരോ ചലനവും വളരെ സൂക്ഷ്മതയോടെയാണ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. ഈ റെക്കോർഡ് നിലവാരത്തിലുള്ള വിലകളെ ആശ്രയിച്ച് വാങ്ങുന്നതിലും വിൽക്കുന്നതിലുമുള്ള നിർണായക തീരുമാനങ്ങൾ അവർ എടുക്കുകയാണ്. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ സ്വർണത്തിനും വെള്ളിക്കുമുള്ള സാംസ്കാരിക പ്രാധാന്യം ഈ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന്റെ യഥാർത്ഥ ആഗോള സ്വാധീനം മനസ്സിലാക്കാൻ നമുക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നു. അമൂർത്തമായ വിപണിയിലെ മാറ്റങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തിലെ യഥാർത്ഥ തീരുമാനങ്ങളായി എങ്ങനെ മാറുന്നുവെന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നു. റെക്കോർഡ് ഭേദിച്ച് മുന്നോട്ട് കുതിക്കുന്ന ഈ സ്വർണ്ണവില വെറുമൊരു താൽക്കാലിക തലക്കെട്ടിൽ ഒതുങ്ങുന്ന ഒന്നല്ല. വിലയേറിയ ലോഹങ്ങൾക്ക് ഒരു വലിയ മുന്നേറ്റം വരാനിരിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. 2025 ഓടെ സ്വർണ്ണത്തിന് മാത്രം 60 മുതൽ 70% വരെ അമ്പരപ്പിക്കുന്ന വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി നിക്ഷേപം നടത്തിയവർക്ക് ഇതവരുടെ പോർട്ട്ഫോളിയോയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കും. എന്നാൽ ഈ കുതിച്ചുചാട്ടം ഒരു ഇരട്ടവാൾ പോലെയാണ്. ആഡംബര ആഭരണ നിർമ്മാതാക്കൾ മുതൽ അത്യാധുനിക ഇലക്ട്രോണിക്സ് കമ്പനികൾ വരെ ഈ ലോഹങ്ങളെ വളരെയധികം ആശ്രയിക്കുന്ന വ്യവസായങ്ങളുടെ ഉൽപ്പാദന ചെലവ് ഇത് വൻതോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. യുക്രൈൻ, വെനിസ്വേല തുടങ്ങിയ സ്ഥലങ്ങളിലെ തീരാത്ത രാഷ്ട്രീയ സംഘർഷങ്ങൾ, ഒപ്പം ഫെഡറൽ റിസർവിന്റെ നയങ്ങളിൽ വരാനിടയുള്ള മാറ്റങ്ങൾ എന്നിവയെല്ലാം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലുള്ള ഈ ലോഹങ്ങളോടുള്ള ആവശ്യകത കൂട്ടുകയാണ്. ഇത് ഒരു കാര്യം വ്യക്തമാക്കുന്നു: ലോക സമ്പദ്വ്യവസ്ഥ കടുത്ത അനിശ്ചിതത്വങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള പലിശ നിരക്ക് കുറയ്ക്കൽ പലപ്പോഴും US ഡോളറിനെ ദുർബലപ്പെടുത്താൻ കാരണമാകാറുണ്ട്. ഇത് സ്വർണ്ണത്തെ പണപ്പെരുപ്പത്തിനെതിരെ കൂടുതൽ ആകർഷകമായൊരു നിക്ഷേപമാക്കി മാറ്റുന്നു. ഈ സ്ഥിതി ആഴത്തിലുള്ള സാമ്പത്തിക ആശങ്കകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് മൂലധനത്തിന്റെ വലിയ തോതിലുള്ള പുനർവിന്യാസത്തിന് കാരണമായേക്കാം. പരമ്പരാഗത ഓഹരികളിൽ നിന്ന് പണം സ്വർണത്തിന്റെയും വെള്ളിയുടെയും സുരക്ഷിതത്വത്തിലേക്ക് മാറുന്ന ഒരു വലിയ മാറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. ഇത് ലോകമെമ്പാടുമുള്ള നിക്ഷേപ പോർട്ട്ഫോളിയോകളുടെ രൂപം തന്നെ മാറ്റിയെഴുതും. ശ്രദ്ധേയമായ വാർഷിക നേട്ടങ്ങളോടെ വെള്ളിയും സമാന്തരമായി കുതിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, മറിച്ച് ഈ മേഖലയിലെ ഒരു പൊതുവായ മുന്നേറ്റമാണെന്ന് ഉറപ്പിക്കുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്നത് കേന്ദ്ര ബാങ്കുകളുടെ തീരുമാനങ്ങൾ, ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നിക്ഷേപകരുടെ മനോഭാവം എന്നിവയുടെ സങ്കീർണമായ ബന്ധത്തെ ആശ്രയിച്ചിരിക്കും. വിലയേറിയ ലോഹങ്ങളുടെ ഈ റെക്കോർഡ് വില കാലഘട്ടം, സാമ്പത്തിക സ്ഥിരത, ആഗോള അപകട സാധ്യതകൾ, ഒപ്പം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക ലോകത്ത് ഭൗതിക ആസ്തികളുടെ നിലനിൽക്കുന്ന മൂല്യം എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾ നേരിടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കഥ അവസാനം ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ കൂട്ടായ ആത്മവിശ്വാസത്തിന്റെ ഒരു അളവുകോൽ തന്നെയാണ്.